ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു റോൾസ് ബോയ് യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ റോൾസ് ബോയിന്റെ മീറ്റ് പ്രോസസ്സിംഗ്, അതായത് ചിക്കൻ മീറ്റ് റിലേറ്റഡ് ആയിട്ട് വരുന്ന കൊമേഴ്ഷ്യലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കിച്ചൺ എക്യുപ്മെന്റ്സ് ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. നമുക്ക് പല ഐറ്റംസ് അതിൽ വരുന്നുണ്ട്. സ്ലൈസിങ് വരുന്നുണ്ട്, മിൻസിങ് വരുന്നുണ്ട്, അതുപോലെ കട്ടിങ്, ബോൺ പീസസ് ഒക്കെ കട്ട് ചെയ്യുന്നത് വരുന്നുണ്ട്, മാരിനേറ്റ് ചെയ്യുന്നത് വരുന്നുണ്ട്. അപ്പം അങ്ങനെ വരുന്ന കൊമേഴ്ഷ്യലി യൂസ് ചെയ്യാൻ പറ്റുന്ന മീറ്റ് പ്രോസസ്സിംഗിലെ എക്യുപ്മെന്റ്സ് 1 by 1 ആയിട്ട് ഞാൻ നിങ്ങളിത് പരിചയപ്പെടുത്താം. ആദ്യം ഞാൻ പരിചയപ്പെടുത്തുന്നത് ഒരു മീറ്റ് സ്ലൈസർ മെഷീനാണ്. നമുക്ക് ബീഫിന്റെ അല്ലെങ്കിൽ മറ്റ് മീറ്റ്സിന്റെ ഒരു ബിഗ് പീസ്, ഒരു ഫ്ലഷ് പീസ് നമുക്ക് വെച്ചാൽ തീരെ കനം കുറച്ച് സ്ലൈസസ് ആയിട്ടാണ് നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ സ്റ്റീക്കിനൊക്കെ യൂസ് ചെയ്യാനായിട്ടുള്ള സ്ലൈസിങ്, ആ ഒരു സ്ലൈസിങ് ആണ് യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ അതിന് യൂസ് ചെയ്യുന്ന മെഷീനാണ് മീറ്റ് സ്ലൈസർ. ഇതിന്റെ ഒരു തിക്നെസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിന്റെ ബ്ലേഡാണ്, ഈ റൊട്ടേറ്റിംഗ് ബ്ലേഡാണ് വരുന്നത്. സോ നമ്മൾ ഈ ഒരു പോർഷനിലായിരിക്കും നമ്മൾ മീറ്റ് വെച്ച് കൊടുക്കുന്നത്. നമ്മൾ മീറ്റ് ഇതിൽ വെച്ചതിന് ശേഷം, ഇത് ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിന്റെ തിക്നെസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള നോബാണ് ഈ സൈഡിൽ വരുന്നത്. ഈ നോബിൽ നമുക്ക് വേണ്ട മീറ്റിന്റെ തിക്നെസ് സെറ്റ് ചെയ്യുക. തിക്നെസ് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ മീറ്റ് പ്ലേസ് ചെയ്യുക. മെഷീൻ ഓൺ ആക്കിയതിന് ശേഷം നമ്മളിത് ഫ്രണ്ടിലേക്ക് ഫോർവേഡ് ചെയ്യുക. അപ്പം നമുക്ക് ഈ ഒരു ബാക്ക് സൈഡിൽ നമുക്ക് അതിന്റെ സ്ലൈസ് ചെയ്ത പീസസ് കിട്ടുന്നതായിരിക്കും. ഇത് മീറ്റ് സ്ലൈസിങ് മോഡലാണ്. വളരെ ചെറിയ കോമ്പാക്റ്റ് ആയിട്ട് വരുന്ന മെഷീനാണ്. നമുക്ക് ബർഗർ ഷോപ്സ്, സ്റ്റീക്ക് ഷോപ്സിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന മെഷീനാണിത്, മീറ്റ് സ്ലൈസർ. അടുത്ത് നമുക്ക് പരിചയപ്പെടുന്നത് മീറ്റ് മിൻസർ മോഡൽസ് ആണ്. മീറ്റ് മിൻസ് ചെയ്യുന്ന, നമ്മൾ ബർഗർ പാറ്റീസ് ഒക്കെ മേക്ക് ചെയ്യാനായിട്ട്, മിൻസ്ഡ് മീറ്റ് ചെയ്യാനായിട്ട് വരുന്ന മെഷീൻസ് ആണ് ഇതൊക്കെ. ഇത് നമ്മൾ കഫേസ്, റെസ്റ്റോറൻറ്റ്സ്, ആ ഒരു കാറ്റഗറിയിലൊക്കെ യൂസ് ചെയ്യാവുന്ന ഒരു ബഡ്ജറ്റിൽ പറഞ്ഞൊരു 12,000 റേഞ്ച് തൊട്ടുള്ള മെഷീൻസ് നമുക്ക് മീറ്റ് മിൻസിംഗിൽ വരുന്നുണ്ട്. ഡിഫറെന്റ് കാറ്റഗറി ഓഫ് മോട്ടറിന്റെ കപ്പാസിറ്റി അനുസരിച്ചാണ് അതിന്റെ പ്രൊഡക്ഷൻസിനെ നമ്മൾ വിലയിരുത്തുന്നത്. നമുക്ക് ഈ ഒരു മെഷീൻ വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു മെഷീനാണ്. വെയിറ്റ് അറൌണ്ട് ഒരു 30 kg അടുത്ത് വെയിറ്റ് വരുന്നുണ്ട്. സോ ഈ മെഷീനിൽ നമ്മൾ ഈ ഒരു സ്പേസിൽ കൂടെ ആയിരിക്കും നമ്മൾ മീറ്റ് ഇതിലേക്ക് ഡ്രോപ്പ് ചെയ്യുന്നത്. ഡ്രോപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു ഫ്രണ്ട് എൻഡിൽ കൂടെ നമുക്ക് മിൻസ്ഡ് ആയിട്ടുള്ള മീറ്റ് പുറത്തേക്ക് വരും. നമുക്ക് സൈസ്, ഇതിന്റെ ഗ്രിൽ സൈസ് ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. 2 ടൈപ്പ് ഗ്രിൽസ് നമുക്ക് ഇതിൽ യൂസ് ചെയ്യാവുന്നതാണ്. സോ ഇതൊരു കോമ്പാക്ട് മോഡലാണ്. ബർഗർ ഷോപ്സ്, റെസ്റ്റോറൻറ്റ്സ്, കഫേസിലൊക്കെ നമുക്ക് മിൻസ്ഡ് മീറ്റിന്റെ യൂസ് ഉള്ളിടത്ത് വളരെ നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെഷീനാണ് മീറ്റ് മിൻസേഴ്സ്. ഇത് മീറ്റ് മിൻസറിൽ തന്നെ നമുക്ക് വരുന്ന 1 HP മോഡലുള്ള കുറച്ച് ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ള മിൻസറാണ്. ഇത് ബെൽറ്റ് ടൈപ്പ് മോഡലാണ്, ഗിയർ അല്ല. ഇത് എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നല്ല ബൾക്ക് പ്രൊഡക്ഷനിൽ നമുക്ക് ക്വാണ്ടിറ്റി മിൻസ് ചെയ്യേണ്ട യൂസ് ചെയ്യുന്നതാണ്. ഇത് വിത്ത് ബോൺ, നമുക്കിപ്പോൾ ചിക്കനൊക്കെ ആണെങ്കിൽ ഈ മോഡലിൽ നമുക്ക് വിത്ത് ബോൺ മിൻസ് ചെയ്യാൻ പറ്റും. ഈ പെറ്റ് ഫീഡ്സ് അല്ലെങ്കിൽ ഫിഷ് ഫീഡ്സ് ഒക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണിത്. 1 HP ബെൽറ്റ് ഡ്രൈവിൽ വരുന്ന മോഡലാണ് ഈ മിൻസർ. ഇത് കുറച്ച് വോളിയം കൂടുതലുള്ളവർക്ക്, ഈ പറഞ്ഞ പെറ്റ് ഫീഡ്സ്, ആ ഒരു യൂസിലേക്ക് പോകുന്നവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന 1 HP മോഡൽ വരുന്ന ഹെവി ഡ്യൂട്ടി മിൻസർ ആണ് ഇത്. സോ ഇത് നമ്മുടെ മീറ്റ് പ്രോസസ്സിംഗിൽ യൂസ് ചെയ്യുന്ന ബോൺ സോ മെഷീനാണ്. അതായത് വിത്ത് ബോൺ, എല്ലുകൾ കൂടെയുള്ള മീറ്റ് കട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന മെഷീനാണ്. ഇത് നമുക്ക് ഫിഷ് കട്ടിങ്ങിൽ ഉപയോഗിക്കാവുന്ന മെഷീനാണ്. ഇതിന്റെ ഒരു വർക്കിംഗ് എന്ന് പറയുന്നത് ഒരു സോ ബ്ലേഡ് ആണ്. സോ ബ്ലേഡ് നമുക്ക് ഈ ഇതിൽ കാണാം. ഈ ഒരു സോ ബ്ലേഡ് സർക്കുലേറ്റർ മോഷനിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയായിരിക്കും. കറങ്ങുമ്പോൾ നമ്മൾ മൂവ് ചെയ്യുന്ന ഇതിലേക്ക് നമ്മൾ ഇവിടുന്നായിരിക്കും നമ്മൾ വെച്ച് കൊടുക്കുന്നത് മീറ്റ് കട്ട് ചെയ്യാനായിട്ട്. സോ നമുക്കിതിൽ സ്ലൈസ് തിക്നെസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് ഏതൊരു ഡയമെൻഷനിൽ അല്ലെങ്കിൽ ഏത് തിക്നെസ്സിലാണ് വേണ്ടതെന്നുള്ള രീതിയിൽ ഇത് നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ്. നമുക്കിങ്ങനെ ചേഞ്ച് ചെയ്ത് തിക്നെസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. എമർജൻസി സ്റ്റോപ്പ് സ്വിച്ച്, സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് സ്വിച്ച്, ആ ഒരു ഫംഗ്ഷൻസ് ആണ് വരുന്നത്. അതുപോലെ തന്നെ സേഫ്റ്റി ഫീച്ചേഴ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത മെഷീൻസ് ആണിത്. സോ ബോൺസോ മെഷീൻസ് നമുക്ക് റോൾസ് ബർഗിൽ അവൈലബിൾ ആണ്. നമ്മൾ ചിക്കൻ കട്ടർ മെഷീനാണ്. ചിക്കൻ നമുക്ക് ഫ്രഷ് ചിക്കൻ ലൈവായിട്ട് കട്ട് ചെയ്തെടുക്കുന്ന മെഷീനാണ്. ഇതിൻ്റെ ഒരു വർക്കിംഗ് എന്ന് പറയുന്നത്, ഇതൊരു സർക്കുലർ മോഷനിൽ കറങ്ങുന്ന ബ്ലേഡാണ്. ഈ ബ്ലേഡ് കറങ്ങും. നമ്മൾ ഈ ഒരു മോഷനിൽ ഇവിടുന്ന് ചിക്കൻസ് വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇത് പ്യൂർലി മെയ്ഡ് ഇൻ ഇന്ത്യൻ പ്രോഡക്റ്റ് ആണ്. ലൈവ് ചിക്കൻ ഷോപ്പുകളിൽ, അതുപോലെ റെസ്റ്റോറൻറ്റ്സ്, ഫ്രൈഡ് ചിക്കൻ ഔട്ട്ലെറ്റ്സിലൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടൊരു പ്രോഡക്റ്റാണ് ഇത്, ചിക്കൻ കട്ടിംഗ് മെഷീൻ. നമ്മുടെ ചിക്കൻ ഫെദർ റിമൂവർ മെഷീനാണ്. ഫെദർ റിമൂവർ എന്ന് പറഞ്ഞാൽ നമ്മൾ ലൈവ് ചിക്കൻ ഷോപ്പുകളിലൊക്കെ ചിക്കൻ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് അതിന്റെ ഫെദർ റിമൂവ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു മെഷീൻ യൂസ് ചെയ്യാവുന്നതാണ്. ഈ മെഷീൻ്റെ ഒരു വർക്കിംഗ് എന്ന് പറയുന്നത്, ഈ ഒരു ടാങ്കിലേക്ക് നമ്മൾ ചിക്കനെ ഇടുക, അതിനുശേഷം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊരു സർക്കുലർ മോഷനിൽ കറങ്ങുന്ന ഒരു മെഷീനാണ്. അതിലൂടെ ഈ മെഷീനിൽ കിടന്നിട്ട് നമുക്ക് ചിക്കൻ്റെ ഫെദർ എല്ലാം റിമൂവ് ചെയ്ത് ആ ചിക്കൻ ഫെദർ എല്ലാം മാറി ഓൺലി സ്കിന്നിലായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. ഇതൊരു 3 ബേർഡ് കപ്പാസിറ്റി ഉള്ള മെഷീനാണ്. 3 ചിക്കൻ വരെ നമുക്ക് ഒരു ടൈമിൽ ഇതിലിട്ട് ഫെദർ റിമൂവ് ചെയ്ത് എടുക്കാൻ പറ്റും.